നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്രോൾ പമ്പുകൾ അപകടം നിറഞ്ഞ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പെട്രോൾ വാഹനത്തിൽ നിറയ്ക്കാനായി എത്തുന്ന വാഹനയാത്രക്കാരും അവിടെയുള്ള ജീവനക്കാരൊക്കെ തന്നെ എപ്പോഴും പല മുൻകരുതലുകളും സ്വീകരിക്കണം. അതുപോലെ അവിടെ പല വസ്തുക്കളും ഉപയോഗിക്കുന്നതിനും അവിടെ വിലക്കുണ്ട്. ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാവുകയാണ്. ഛത്തീസ്ഗഡിൽ പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിച്ചത് തടഞ്ഞതിനെ ഇന്ധന ടാങ്കിന് തീ കൊളുത്തി യുവാവ്. വ്യാഴാഴ്ച വൈകുന്നേരം റായ്പൂരിലായിരുന്നു സംഭവം. പക്ഷേ അതിന്റെ വീഡിയോ പുറത്തു വന്നത് ഇപ്പോഴാണ്. പമ്പ് ജീവനക്കാരന്റെ സംയോജിത ഇടപെടൽ കാരണം വൻ ദുരന്തമാണ് ഒഴിവായത്. ബൈക്കിൽ പെട്രോൾ അടിക്കാനായി എത്തിയതായിരുന്നു രണ്ട് യുവാക്കൾ, ധർമ്മേന്ദ്ര ഖത്രിയയും ഇമ്രാനും. പെട്രോൾ നിറയ്ക്കാൻ തുടങ്ങിയതും ബൈക്കിന്റെ പിന്നിലിരുന്ന ധർമ്മേന്ദ്ര താഴെ ഇറങ്ങി വാഹനത്തിന്റെ പ്രത്യേകിച്ച് ആ പെട്രോൾ ടാങ്കിന്റെ അടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ഇമ്രാനും പമ്പിലെ ജീവനക്കാരനും ഇത് വിലക്കി. ആ സമയത്ത് ബൈക്കിലിരുന്ന സുഹൃത്ത് തന്നെ അപ്പുറത്തേക്ക് ഈ പറയുന്ന സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന യുവാവിനെ തള്ളി മാറ്റുന്നതും കാണാൻ സാധിക്കും. എന്നാൽ ദേഷ്യത്തോടെ ധർമ്മേന്ദ്ര തന്റെ സിഗരറ്റ് ലൈറ്റർ കൊണ്ട് ബൈക്കിൽ പെട്രോൾ നിറച്ചിരുന്ന ഇന്ധന പൈപ്പിന് തീ കൊടുക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇന്ധന ടാങ്കിലേക്കും പെട്രോൾ പമ്പിലെ മെഷീനിലേക്കും തീ പടരുകയായിരുന്നു. ഉടൻ തന്നെ പമ്പ് ജീവനക്കാരൻ തീ നിയന്ത്രണ വിധേയമാക്കിയത് മൂലം വൻ ദുരന്തം ഒഴിവായി. തീയിട്ടതിന് പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച ധർമ്മേന്ദ്രയെയും സുഹൃത്തിനെയും ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറി. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജനജീവിതം അപകടത്തിലാക്കാൻ ശ്രമിച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീപിടുത്തത്തിനിടെ കത്തുന്ന ഇന്ധനം ധർമ്മേന്ദ്രയുടെ ദേഹത്തും തെറിച്ചതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിനു ശേഷം ഇരുവരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പമ്പ് ജീവനക്കാർ ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പമ്പ് മാനേജറുടെ പരാതിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉർള പോലീസ് ധർമ്മേന്ദ്ര ക്ഷത്രിയെയും ഇമ്രാനെയും അറസ്റ്റ് ചെയ്തു. തീവയ്പ്, പൊതുസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയതായി ഉർള ഇൻസ്പെക്ടർ രോഹിത് മഹേൽക്കർ അറിയിച്ചു. പക്ഷേ പമ്പ് ജീവനക്കാരുടെ ധീരവും പെട്ടെന്നുള്ളതുമായ ഇടപെടലാണ് ഈ അപകടത്തെ ഒരു വലിയ ദുരന്തമായി മാറാതെ സംരക്ഷിച്ചത്. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഫെബ്രുവരി 19 വൈകുന്നേരം ഉർള പ്രദേശത്തെ പെട്രോൾ പമ്പിലാണ് സംഭവം നാടിന് നടുക്കിയ സംഭവം നടന്നത്. പക്ഷേ ആ പമ്പ് ജീവനക്കാരൻ ആ സമയത്ത് സംയോജിതമായി ഇടപെട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിക്കുമായിരുന്നു. ഒട്ടും വൈകാതെ തന്നെയാണ് അവിടെ ജീവനക്കാർ അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അവർ ഉടനടി ഫ്യുവൽ പൈപ്പ് മാറ്റുകയും പ്രധാന ഇന്ധന വിതരണം, അതായത് മെയിൻ സപ്ലൈ നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് പമ്പിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഉപയോഗിച്ച് അതിവേഗം തീയണച്ചു. ജീവനക്കാരുടെ ഈ പെട്ടെന്നുള്ള നീക്കം സമീപത്തെ വാഹനങ്ങളിലേക്കോ പ്രധാന ഇന്ധന സംഭരണ ടാങ്കുകളിലേക്കോ തീ പടരുന്നതാണ് തടഞ്ഞത്. പമ്പ് ജീവനക്കാരുടെ ഈ ധീരതയെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ പ്രശംസിക്കുന്നുണ്ട്. അറസ്റ്റും തുടർ നടപടികളും തീയിടുന്നതിനിടെ കത്തുന്ന ഇന്ധനം തെറിച്ച് പ്രതിയായ ധർമ്മേന്ദ്രയ്ക്കും പൊള്ളലേറ്റതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പമ്പ് ജീവനക്കാർ തന്നെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പമ്പ് മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ വലിയ ദുരന്തങ്ങളിലേക്കാണ് നയിക്കുകയെന്നും ഉള്ള ഇൻസ്പെക്ടർ രോഹിത് മഹേൽക്കർ മുന്നറിയിപ്പ് നൽകി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.